നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ BJPക്ക് വലിയ പ്രഹരമാണ് ഏറ്റത്. പ്രഹരം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ BJPക്ക് ലീഡ് നേടിയെടുക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. അവിടെ പോലും വെണ്ണീറാവുന്ന കാഴ്ച. ഇതോടെയാണ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പേപ്പർ ബാലറ്റ് സംവിധാനം വേണമെന്ന ഇന്ത്യ മുന്നണിയുടെയും പ്രതിപക്ഷ അംഗങ്ങളുടെ, പ്രത്യേകിച്ചും DMK, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ ഹർജികൾ വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ട അവസ്ഥ വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേൾക്കില്ല, അത് ഉൾക്കൊള്ളില്ല. കാരണം ജ്ഞാനേഷ് കുമാർ എന്തിനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തസ്തികയിൽ, ആ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നതെന്ന് സകലമാന ജനങ്ങൾക്കും അറിയാം. അദ്ദേഹം ആ പണി വൃത്തിയായി ചെയ്യുന്നുമുണ്ട്. BJPയോടും കേന്ദ്ര സർക്കാരിനോടും വിധേയത്വവും കൂറും പുലർത്തുന്ന ജ്ഞാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഒരു പ്രഹസനം മാത്രമാണ്. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ വേണ്ടിയാണ് എന്നാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണേ. അമിത്ഷായെ പോലൊരാൾക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ന്യായീകരിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. TN ശേഷനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നപ്പോൾ ഇവിടെ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിന് കൃത്യമായി അദ്ദേഹവുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത രീതികളോട് ഒരു സുപ്രീം കോടതിയിലും ചലഞ്ച് ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്നേ വരെ പോയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആ പദവി അലങ്കരിച്ചതിൻ്റെ മഹനീയത എന്ന് പറയുന്നത്. അതിന് പകരം ഒരു രീതിയിലും വിലയില്ലാത്ത ഏത് നാണം കെട്ട കളികളിലൂടെയും ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ BJP അവരുടെ പപ്പറ്റായി, അവരുടെ കളിപ്പാവിയായി നിയമിച്ചിരിക്കുന്ന ജ്ഞാനേഷിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയല്ല, അതിന് മണ്ടയിൽ എന്തെങ്കിലും ഒരു തസ്തികയുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നവർ പറഞ്ഞു വിലക്കിയാലും അണുവിട അനങ്ങാൻ പോകുന്നില്ല. ഇത് ജ്ഞാനേഷ് ഈ രാജ്യത്തെ ജനങ്ങളെ ക്രൂശിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഈ രാജ്യത്ത് സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ അതിന് ബാലറ്റ് സംവിധാനം പേപ്പറിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ഒരു മുഖമുദ്ര പോലെ പഞ്ചാബ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. ആം ആദ്മിയാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണ്. ആം ആദ്മി ബഹുദൂരം മുന്നിലായിരിക്കുമ്പോൾ കോൺഗ്രസ് ഏറെക്കുറെ പ്രതിപക്ഷത്തിൻ്റെ രീതിയിലേക്ക് വന്നിട്ടുമുണ്ട്. എന്നാൽ ശിരോമണി അകാലിദളിൻ്റെയും പിന്നിൽ BJP ഏറ്റവും ഗതികെട്ട് സ്വതന്ത്രർ വിജയിച്ചത്ര പോലും വിജയിക്കാൻ കഴിയാതെ വെണ്ണീറായി എന്നുള്ളതാണ്. തെലങ്കാനയിലും ഈ സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതായത് ബാലറ്റ് പെട്ടി എന്ന സംവിധാനം താൽക്കാലികമായി മാറ്റുക, വികസിത രാജ്യങ്ങളെ കണ്ട് പഠിക്കുക എന്നതാണ് സുപ്രീം കോടതിയിലേക്ക് ഹർജി കൊടുത്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ രാഷ്ട്രീയപരമായി ഒരു ഐക്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് എത്താത്തിടത്തോളം കാലം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ കുറ്റം പറയാൻ എല്ലാ രീതിയിലും ജനാധിപത്യ അവകാശമുണ്ട്. കാരണം ലവലേശം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം, കുറ്റമറ്റതല്ല, നീതിയുക്തമായി അല്ല ഈ തെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ നടന്നിരിക്കുന്നത്.